പക്ഷേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒത്തിരി അഭ്യൂഹങ്ങൾക്കെല്ലാം ശേഷം OnePlusന്റെ നോഡ് റിലീസായിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സമയം കളയാതെ ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. ഇതിൻ്റെ ബോക്സിനകത്ത് അവർ കുറച്ച് സിലിക്കോൺ കേസ് എല്ലാം തന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഭാഗമായ ഫോൺ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിന് മുന്നേയുള്ള ഇമേജസിലും വീഡിയോസിലും എല്ലാം കണ്ടതുപോലെ തന്നെ വെൽ പാക്ഡ് ആയിട്ട് തന്നെയാണ് OnePlus നോഡിൻ്റെ പാക്കറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ തന്നിട്ടുണ്ട്, ഇതിപ്പോൾ 8GB വേരിയൻ്റ് ആണ്. 128GB മെമ്മറി കാർഡ് മീൻസ് മെമ്മറി വരുന്നതാണ്. ഇതിൻ്റെ വില വന്നിട്ട് 27,999 രൂപയാണ്, അതായത് 28,000 രൂപ. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വന്നിട്ട് 64GB 6GB റാമിന് 25,000 രൂപയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ പാക്കറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ബ്ലൂ കളറാണ്. ഫോൺ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. എന്തെല്ലാം ഇതിൻ്റെ കേസിലുണ്ടെന്ന് നോക്കാം. വെൽ പാക്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നോർമൽ പേപ്പർ വർക്ക്, സ്റ്റിക്കർ, OnePlus നോഡിൻ്റെ സ്റ്റിക്കറാണത്. വെൽക്കം ലെറ്ററിൻ്റെ കൂടെ TPU കവർ ഒരു പ്രത്യേക ഡിസൈനിലാണ് തന്നിരിക്കുന്നത്. പ്ലെയിൻ കേസ് അല്ല, ഒരു കുറച്ച് ഭാഗത്ത് ഒരു ഡിസൈൻ എല്ലാം തന്നിട്ടുണ്ട്. ഒരുവിധം കട്ടിയെല്ലാം ഉള്ളതാണ്. ഓക്കെ, ഇതെല്ലാം OnePlusൻ്റെ പല ടൈപ്പ് സ്റ്റിക്കറുകളാണ്. ഇപ്പം മറ്റേ നമ്മുടെ ഐഫോണൊക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ കാറിലോ ബൈക്കിലോ ഒക്കെ ഇത് ഒട്ടിക്കാം. പിന്നെ റെഡ് കാർഡ് മെമ്പർഷിപ്പ് എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ ചാർജർ ഒന്ന് നോക്കാം. 30 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. USB-C കേബിൾ. ഈ OnePlusൻ്റെ USB-C കേബിൾ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. നമ്മളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 4 കേബിൾ പോയിട്ട് 5ാമത് ഒരു ലൈനൂടെ പോയിരിക്കുന്നത് കാണാം. അതൊരു ടൈപ്പ് സെൻസർ ലൈനാണ്. ചാർജറും ഫോണും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ വരും. സിം ട്രേ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റത്തില്ല. ഡുവൽ സിം 2 ഭാഗത്തായിട്ട് ഇടാം. ഒരു റബ്ബർ സ്ട്രിപ്പ് തന്നിട്ടുണ്ട്, വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടാണ്, വെള്ളം കയറാതിരിക്കാൻ. അപ്പോൾ ഇറ്റ് വിൽ പ്രൊട്ടക്ട് ഫ്രം വാട്ടർ. ഓക്കെ, മാറ്റി വയ്ക്കാം. ഓക്കെ, വളരെ ഹാൻഡി ആയിട്ടാണ് ഫോൺ തന്നിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടിൻ്റെ ഫുൾ HD + 90Hz AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 765Gയുടെ 5G പ്രോസസ്സറാണ് ഇതിൻ്റെ പ്രൊസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്സിജൻ OS 10.5 ആണ് വരുന്നത്. 48 MBയുടെ OIS + EISൻ്റെ പ്രസൻസ് ഉള്ള ഒരു OnePlus 8 ഉപയോഗിക്കുന്ന സെയിം ക്യാമറയാണ് ഇതിനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. MB + 8 MBയുടെ ഒരു ഫ്രണ്ട് ക്യാമറ അറേഞ്ച്മെൻ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. 4115 mAhൻ്റെ ബാറ്ററിയാണ് ഇതിന് പവർ കൊടുക്കുന്നത്. ഒരു വാപ്പ് ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത് 30Tയുടെ. ഇതിൻ്റെ ക്വാഡ് ക്യാമറ സിസ്റ്റം വന്നിട്ട് സോണിയുടെ IMX586ൻ്റെ 48 MBയുടെ OIS പ്രസൻസ് ഉള്ള മെയിൻ ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 190 ഡിഗ്രി അൾട്രാ വൈഡ് ആൻഡ് ഡെപ്ത് ആൻഡ് മാക്രോ സെൻസർ എന്നുള്ള രീതിക്ക് 8 MB 5 MB 2 MBയുടെ മെയിൻ ക്യാമറാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡുകൾ വന്നിട്ട് നോർമൽ, നമ്മുടെ എല്ലാ OnePlusൻ്റെ മൊബൈൽ ഫോണുകളിലും വരുന്ന സെയിം മോഡുകളാണ്. പ്രോ മോഡ്, മാക്രോ മോഡ്, പാനോരമിക് മോഡ്, പോർട്രേറ്റ് മോഡ്, സ്ലോ മോഷൻ എക്സെട്ര. ഇത് നമ്മൾ എല്ലാ OnePlusലും കണ്ടത് തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. OnePlus നോഡിൻ്റെ കംപ്ലീറ്റ് ക്യാമറ റിവ്യൂ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കാണാനായിട്ട് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.